വെടിച്ചില്ല് കിൻഡലിടി മിന്നലടി ഒന്ന് വന്നു നോക്ക് കാണാം പൊടിപൂരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇപ്പോൾ ഒരു 30കളുടെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന പ്രായമുള്ളവർക്ക് അവരുടെ ചെറുപ്പത്തിൽ സിനിമ മാത്രമായിരുന്നില്ല വിനോദം. ക്രിക്കറ്റും ഫുട്ബോളും ബാഡ്മിന്റണുമുള്ള അടക്കമുള്ള കായിക മത്സരങ്ങളും നെഞ്ചിലേറ്റിയിരുന്നു അവർ. അത് തന്നെ WWE റെസ്ലിംഗിനോട് പ്രത്യേകമായ ഒരു അടുപ്പവും ഇതിലെ താരങ്ങളോട് ആരാധനയുമുള്ള ഒരു വിഭാഗമുണ്ട്. ടിവിയിൽ റെസ്ലിംഗ് വരുമ്പോൾ ആർത്തു വിളിച്ച് കൈയടിച്ച് കാണുകയും റെസ്ലിംഗ് താരങ്ങളുടെ പടമുള്ള കാർഡുകൾ ഉപയോഗിച്ച് കളിക്കുകയും ചെയ്തിരുന്ന വലിയൊരു വിഭാഗമുണ്ട് നമുക്കിടയിൽ. അന്ന് അവർ അനുഭവിച്ച അതേ ആവേശം വീണ്ടും ഇന്നത്തെ തലമുറയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ചത്ത പച്ച എന്ന ചിത്രത്തിലൂടെ. നവാഗത സംവിധായകനായ അദ്വൈത് നായരും തിരക്കഥാകൃത്ത് സനൂപ് തൈക്കുടവും ചേർന്ന് ഇടിയുടെ പൊടിപൂരം ഉടനീളം കാണിക്കാവുന്ന ചിത്രമാണ് ചത്ത പച്ച എന്ന് പറയാം. കൊച്ചിയാണ് ചത്ത പച്ചയുടെ പശ്ചാത്തലം. ഘട്ട ഗുസ്തിക്ക് പേരുകേട്ട നാടാണ് കൊച്ചി. ഈ നാട്ടിലേക്ക് കോസ്റ്റ്യൂം ഗുസ്തി എന്ന പുതിയൊരു വിനോദവുമായി എത്തുന്ന ചെറുപ്പക്കാരുടെ കഥയാണ് ചത്ത പച്ച. സോവിയോ ലോബോ ലിസ്റ്റിൽ എന്നിവർ ആരംഭിക്കുന്ന കോസ്റ്റ്യൂം ഗുസ്തി ടീമിലേക്ക് സോവിയോയുടെ സഹോദരനായ വെട്രി ലാംബോ കൂടി എത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. കോസ്റ്റ്യൂം ഗുസ്തി എന്ന വിനോദം ഇവരുടെ ജീവിതത്തിൽ എല്ലാത്തരം രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുവെന്നും റെസ്ലിംഗിനെ തികച്ചും സാധാരണക്കാരായ ഒരുപാട് ചെറുപ്പക്കാർ ഏറെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നുമാണ് ചിത്രം സംസാരിക്കുന്നത്. ചെറുപ്പക്കാരുടെ കഥ എന്നതിലുപരി മാണി എന്നും വാൾട്ടർ എന്നും പേരുള്ള രണ്ട് ഗുസ്തിക്കാർ ഉൾപ്പെടുന്ന തലമുറയുടെ പോരാട്ട വീര്യവും ചത്ത പച്ച ചർച്ച ചെയ്യുന്നുണ്ട്. ഗുസ്തിയുടെ ആവേശം പുതുതലമുറയെ എങ്ങനെ ആവേശം കൊള്ളിക്കുന്നുവെന്നും ചിത്രം പറയുന്നുണ്ട്. അർജുൻ അശോകൻ, റോഷൻ മാത്യു, ഇഷാൻ സൗക്കത്ത്, വിശാഖ് നായർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ലോക്കോ, ലോബോ, വെട്രി, ലിറ്റിൽ ചെറിയൻ എന്നിവരെ യഥാക്രമം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 4 കഥാപാത്രങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്നാണ് തുടക്കത്തിൽ തന്നെ ചിത്രം കാണിച്ചു തരുന്നത്. കൂട്ടത്തിൽ നെഗറ്റീവ് പരിവേഷമുള്ളത് വിശാഖ് നായർ അവതരിപ്പിച്ച ചെറിയാൻ എന്ന കഥാപാത്രമാണ്. അസൂയയും പകയും എല്ലാം നിറഞ്ഞ കഥാപാത്രത്തെ വിശാഖ് ഭംഗിയാക്കിയിട്ടുണ്ട്. കരിയറിൽ ഇതുവരെ ചെയ്യാത്ത വേഷങ്ങൾ തന്നെയാണ് അർജുൻ അശോകനും റോഷൻ അവതരിപ്പിച്ചത്. ആക്ഷൻ രംഗങ്ങളിൽ ഇരുവരുടെയും പ്രകടനം കൈയടിപ്പിക്കാവുന്നതാണ്. രണ്ടുപേരും കരിയറിൽ തന്നെ ഇത്രയും ഹെവി ആയ ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയാം. സായ് കുമാർ, റാഫി, തസ്നി ഖാൻ, ഡോഷ് ക്രിസ്റ്റി തുടങ്ങിയവരാണ് മറ്റു വേഷങ്ങളിൽ. സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്നത് വോൾട്ടർ എന്ന കഥാപാത്രമാണ്. ഓരോ കഥാപാത്രത്തിനും അവരുടെ മനസ്സിൽ വോൾട്ടറെ കുറിച്ച് ഒരു ചിത്രമുണ്ട്. വാൾട്ടറെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാതെയോ ചിന്തിക്കാതെയോ ആ നാട്ടുകാരുടെ ഓരോ ദിവസം പോലും കടന്നു പോവില്ല. ഒരു നാടിന്റെ രക്തത്തിൽ ഗുസ്തി എന്ന വികാരം കലരാൻ ഇടയാക്കിയ വ്യക്തിയാണ് വാൾട്ടർ. വാൾട്ടറായി മമ്മൂട്ടി എത്തുമ്പോൾ തിയേറ്ററിൽ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിയുന്നുണ്ട്. മലയാളത്തിൽ പലതരം ആക്ഷൻ സിനിമകൾ വന്നിട്ടുണ്ട്. എന്നാൽ റെസ്ലിംഗ് കലർത്തിയ ആക്ഷനാണ് ചത്ത പച്ചയെ വേറിട്ട അനുഭവമാക്കി മാറ്റുന്ന ഘടകം. ഓരോ ആക്ഷൻ രംഗങ്ങളും പ്രേക്ഷകനെ ഒരു റിങ്ങിന് മുന്നിലേക്ക് എത്തിക്കുന്നത് പോലെ തോന്നിക്കുന്നുണ്ട്. ചിത്രത്തിലെ മറ്റ് സംഘടന രംഗങ്ങളിൽ ഗുസ്തിയിലൂടെയും WWE റെസ്ലിംഗിന്റെയും സ്വാധീനമുണ്ട്. ഇത്രയും വ്യത്യസ്തമായ സംഘടന രംഗങ്ങൾ ഒരുക്കിയതിന് സംഘടന സംവിധായകനായ കലൈ കിൻസ്റ്റൺ പ്രത്യേകം കൈയടി അറിയിക്കുന്നുണ്ട്. റെസ്ലിംഗ് പ്രത്യേക ചുവടുകൾ ഒരുക്കിയത് ശ്രാവണിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെയും മനസ്സറിഞ്ഞ് അഭിനന്ദിക്കണം. ആനന്ദ് സി ചന്ദ്രൻ, ജോമോൻ ടി ജോൺ, സുദീപ് എളമൻ എന്നിവരുടെ ക്യാമറയും ചടുലമായി തന്നെ ശങ്കർ എസ്ഹാൻ ലോയ് ടീമിന്റെ ഗാനങ്ങളും മുജീബ് മജീദിന്റെ പശ്ചാത്തല സംഗീതവും ആവേശമുണർത്തുന്നതാണ്. ആക്ഷൻ ചിത്രങ്ങൾ ഇഷ്ടമുള്ളവർക്കും ടിവിയിൽ റെസ്ലിംഗ് കണ്ട ആവേശഭരിതരായവർക്കും കാണാവുന്ന ചിത്രമാണ് ചത്ത പച്ച. താരപ്രകടനങ്ങൾക്കപ്പുറം പ്രകമ്പനം കൊള്ളിക്കുന്ന ആക്ഷൻ രംഗങ്ങൾക്കുമായി ചത്ത പച്ചയ്ക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.